ഷാഹിദ പറഞ്ഞ ശോഭ ചേച്ചി. ആ ആ ഓ പ്രിയ കുഞ്ഞ് ഓടാൻ പോയതാണല്ലേ. ഞാനും ഓടാറുണ്ട് ബസിന്റെ പുറകെ. ഓ ഇത്രയൊക്കെ ചവറുണ്ടോ? ആ ചക്കക്കുരു ചക്കച്ചൊള പ്ലാവഴ ഒന്നും പറയണ്ട. ഇതെവിടെയാ കളയാൻ പോകുന്നേ? അയ്യോ എന്റെ കുഞ്ഞാ നമ്മുടെ സിറ്റിക്കാര് ചെയ്യുന്നത് പോലെ തന്നെ അപ്പുറത്തോന്റെ പറമ്പില്. അയ്യോ ഇവിടത്തെ അടുക്കള ജോലിയും കഴിഞ്ഞ് 9 മണിക്ക് മുമ്പ് ഷാഹിദ കുഞ്ഞിന്റെ വില്ലയിൽ എത്തണം. ഉച്ചക്ക് മുമ്പ് തോമസ് സാറിന്റെ വീട്ടിലും. കുഞ്ഞു വാ അടുക്കളയിലെ സാധനമൊക്കെ ഒന്ന് കാണിച്ച. ഓക്കെ പ്രിയ, ഞാൻ പോയി റെഡി ആവട്ടെ. രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി. നമ്മളാ പുതിയ താമസക്കാര് അല്ലയോ? 2 മാസമായിട്ട് ഞാനങ്ങ് കാനഡയിലായിരുന്നു ഇളയ മകളുടെ കൂടെ. അപ്പുറത്തെ കറിയാച്ച സാറാ അങ്ങേ അറ്റത്തെ വീട്. പുതിയായിട്ട് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. അങ്ങേയറ്റത് വില്ലയിലെയാ കറിയാച്ചൻ സർ. ജെറി. ആ എനിക്കൊരു നോട്ടം ഉണ്ടായിരുന്ന വില്ലകളാ പിള്ളേർക്ക് വേണ്ടി. 40 വരെ പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് റേറ്റ് അങ്ങ് കൂട്ടിപ്പിടിച്ചല്ലയോ? അതെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ അത് അതിന്റെ ഒരു താടിക്കാരൻ ഫാമിലിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. വെറുതെ അല്ല. എന്റെ കസിൻ വഴി. അതെങ്ങനെ മനസ്സിലാക്കി? ആ പിന്നെ വില്ല കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പറയണം. വില്ല കൊടുക്കാനോ? അല്ല, ഞാനൊന്ന് പറഞ്ഞിട്ടതാ. അങ്ങനെ ഒരു ആലോചന മനസ്സിലെങ്ങാനും വന്നാൽ. എന്നാ ശരി, ഇടയ്ക്ക് വീട്ടിലേക്കൊന്ന് വാ എല്ലാരും കൂടെ. ഇന്നലെ ആലീസ് വിളിച്ചപ്പോ ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞിരുന്നു. ഏതാലീസ്? സാറിന്റെ ഭാര്യ. മൂത്ത മോളുടെ കൂടെ അങ്ങ് US-ലാ. വൈകാതിക്ക് എത്തും. എന്നാ പിന്നെ ശരി. ശരി. അവരിങ്ങേരെ പോലെയൊന്നും അല്ല, നല്ല തങ്കപ്പെട്ട സ്വഭാവോ. സമയം ഒരുപാടായി, നീ പോയി റെഡി ആയിട്ട് വാ. ഓക്കെ ബൈ. നിന്റെ ബന്ധുവാണ്ട മഹാനാ. അയ്യോടാ, വന്ന് താമസം തുടങ്ങിയില്ല, അതിനു മുമ്പ് വില്ല കൊടുക്കുന്നുണ്ടോന്ന്. ഈ നെഗറ്റീവ് എനർജിക്കാരോട് സംസാരിച്ചാലേ ആ ദിവസം തന്നെ പോക്കാം. ഓരോ ആളുകൾ ഓരോ ടൈപ്പല്ലോടും വിട്ടുകളെ. ആ 10:30 ഫിക്സ് ചെയ്തിരിക്കുന്നേ. വിൽ ബി ദേർ ഇൻ ഹാഫ് ആൻ അവർ. ഓക്കെ. നമസ്കാരം. രണ്ടുപേരും നേരത്തെ ആണല്ലോ. ഈവനിങ് കാണാം. ഇതൊന്ന് നോക്കിയേ, ഈ ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് പറ. കൊറേ ഓർഡർ കിട്ടിയിട്ടുള്ളതാ. നൈസ്. അതിനവിടെ നോക്കിയാ കാണുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. എന്റെ പൊന്നെ, അതൊക്കെ വൈകുന്നേരം കാണാം. MD വിളിച്ചോണ്ടേ ഇരിക്കുക. ബൈ. ബൈ. എത്ര മണിക്കാ പ്രസ് കോൺഫറൻസ്? ഹേയ് ബേക്കർ, എന്താ അത്? അന്നെ കാണിക്കാൻ കൊണ്ടുപോയതാ, ഡിസൈൻ ഫിക്സ് ചെയ്യാൻ. പക്ഷെ അവള് ബിസിയാ. ഹേയ് ഇറ്റ്സ് നൈസ്. റിയലി? ഞാൻ സത്യം പറയുള്ളൂ. എന്റെ ചാനൽ നമുക്കേ കൈയോടൊരു സെൽഫി എടുത്ത് FB പോസ്റ്റ് ചെയ്യാം. ഓക്കെ. വല്ല മായം ചേർക്കുന്ന ബേക്കറിക്കാരുണ്ടെങ്കിൽ പറയണേ. എക്സ്ക്ലൂസീവിനാ, പ്രിയ പേടിക്കണ്ട. സെൽഫി ആണെങ്കിൽ ഞാനും കൂടെ ഉണ്ട്. വാ വാ. ആഹാരമില്ലാതെ ജീവിക്കാം, പക്ഷെ സെൽഫി ഇല്ലാതെ പറ്റത്തില്ല. എന്താണ് സാർ? ആദ്യമായി ഹലോ എഫ്എമ്മിന്റെ ഒരു പ്രോഗ്രാം ടോപ്പ് റേറ്റിംഗിലെത്തി. അത് ടോട്ടൽ റേറ്റിംഗിൽ 2ാം സ്ഥാനം. ഒരു മിനിറ്റ് പ്ലീസ്. എന്ത് പറ്റി? ഞാനും വരാം. നീ ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം റേറ്റിംഗിൽ വന്നു. അടുത്ത മാസം മുതലെങ്കിലും സാലറി കൂട്ടി തരണം. വില്ലയൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ബാധ്യത മാത്രമേ ബാക്കിയുള്ളൂ. ഭാര്യമാരൊക്കെ അത്യാവശ്യം ഏൺ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ വലിയ പരിക്കില്ലാണ്ട് ജീവിച്ചു പോകും. EMI, വീട്ടു ചെലവെന്നൊക്കെ പറഞ്ഞ് 1000 പൈസയുടെ ആവശ്യമുണ്ട് സാർ. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സ് കിട്ടുന്നവരെ സാറിന് അറിഞ്ഞു. ഇനിയും സാലറി കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇട്ടിട്ട് പോകും. പോവല്ലേ? നിങ്ങൾ ഇവിടുന്ന് പോവല്ലേ? എടാ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ CEO നിങ്ങളാ. ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങണ്ട. ഇറങ്ങുന്നില്ലെങ്കിൽ ഞങ്ങളുടെ സാലറി കൂട്ടി തരണം. കൂട്ടാം കൂട്ടാം. മാസം 500 വെച്ച് കൂട്ടാം.
ആ. 500. ആ, ഇപ്പൊ കണ്ടാലും ഇയാള് ചുമ്മാ ചേട്ടാ ഒരു സഹായം വേണമായിരുന്നു. എന്താ മാഡം? ആ പ്ലാവിന്റെ കൊമ്പൊന്ന് മുറിക്കണം. അയ്യോ മാഡം, യൂത്ത് സെക്രട്ടറി കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് ആയിട്ട് ഒരു ജോലിക്കും പോരുന്നു. പ്രൈവറ്റ് ആയിട്ട് വേണ്ട, പബ്ലിക്കായി ചെയ്തു. എന്നാ പിന്നെ സെക്രട്ടറി പോയിട്ട് നോക്കാം മാഡം. ഇയാള് നോക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. ചേച്ചി, അതെ, ആ പ്ലാവിന്റെ കൊമ്പൊന്ന് വെട്ടാനായിട്ടാ. വല്ല വെട്ടുകത്തിയോ കോടാലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്. ആ, എന്താ കുഞ്ഞേ? ഈ കൊമ്പൊന്ന് വെട്ടണം. ഇത് പോയാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും. കുഞ്ഞിങ്ങോട്ട് മാറിയേ, ഇറങ്ങ. ഇപ്പൊ ശരിയാക്കി തരാം. കുഞ്ഞിങ്ങോട്ട് മാറിയേ. ഞാനിതൊക്കെ ചെയ്യുന്നോണ്ട് കുഞ്ഞ് 100 200 തരുമായിരിക്കും. പക്ഷെ അതൊന്നും കണ്ടോണ്ടല്ല, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചേച്ചി, ചേച്ചി സൂക്ഷിച്ചു കയറണേ. ഓ പിന്നെ ഞാനിതൊക്കെ എത്ര കണ്ടതാ. കുഞ്ഞെ, ആ വെട്ടത്തി ഇങ്ങോട്ട് തന്നെ. ചേച്ചി പതുക്കെ പതുക്കെ. ഓ പിന്നെ അതെ, ഇപ്പൊ തോന്നുന്നു പഴയ വാടക വീട് തന്നെയായിരുന്നു നല്ലതെന്ന്. നൊസ്റ്റാൾജിയാണോ? നമ്മളിപ്പോ അത്യാവശ്യം നല്ല സെറ്റപ്പിലൊക്കെ കഴിഞ്ഞപ്പോ പഴയ കഷ്ടപ്പാടാണോ നല്ലതെന്ന് പറയുന്നത്? ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. പ്രിയ, ഇതൊക്കെ ലൈഫിൽ സാധാരണയാണ്. നിങ്ങൾ എല്ലാ കാര്യത്തിനും ഡിപ്രസ് ആയി കഴിഞ്ഞാൽ നിനക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ശരി. നാളെ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. എന്തായാലും ശോഭ ചേച്ചി വരില്ല. എനിക്ക് വെഡിങ് കേക്കിന്റെ ഓർഡർ ഉള്ളതാ. ഓക്കെ, എന്റെ നാളെ രാവിലത്തെ ജോഗിങ് ക്യാൻസൽ. ഞാൻ രാവിലെ എഴുന്നേക്കും, അടുക്കളയിൽ കയറും, ചായ ഇടും. എനിക്കറിയാവുന്ന എല്ലാ പണിയും ചെയ്യും. ബാക്കി നീ ചെയ്താൽ മതി. ഹാപ്പി? നല്ല ആൾക്കാരാട്ടോ നിങ്ങള്. എന്താ നമ്മളെ വിളിക്കാൻ? എന്താ കാര്യം? മരത്തേന്ന് വീണ കാര്യം. ആ വീണല്ലേ? എന്താ പറ്റിയേ? ഓ ഇത്രേ ഉണ്ടായിരുന്നല്ലോ. സെക്യൂരിറ്റി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചെന്തോ കാര്യമായിട്ടുണ്ടെന്ന്. സാരമില്ല. എടാ, ഏതൊരു പ്ലാവ് മുറിച്ചേക്കാം. നമ്മുടെ സെക്രട്ടറി 2 ദിവസമുള്ള ആളെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏയ്, അതിന്റെ കാര്യമൊന്നുമില്ല. ഈ ഭാഗത്തേക്കുള്ള കൊമ്പും ചൊലയും മാത്രം വെട്ടിയാ മതി. ഏയ് അതാകെ അങ്ങ് വെട്ടാം. ചപ്പും ചവറും ചകിടി ഞങ്ങൾക്കും അതൊരു ശല്യ.